എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കൊഴുവക്കറീനെ ഉണ്ടാക്കുന്നത്. 1 കിലോ കൊഴുവയുണ്ട്. അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ച് വറക്കാനായിട്ട്. പിന്നെ ഉള്ളതിന് കറി വയ്ക്കാനെടുത്തത്. കൊഴുവൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തു. അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. നാളികേര പാലിലാണ് ഇത് വയ്ക്കുന്നത്. കുടംപുളി 2 കഷ്ണം കുടംപുളി എടുത്ത് ചീന്തി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നാളികേരപ്പാലും ഒഴിച്ചു കൊടുക്കുക. ഇനി ചെറിയ ഉള്ളി, ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കൂടിയിട്ട് ചതച്ചത്. ഞങ്ങളിത് കൊള്ളിക്കിഴങ്ങ് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. കറിയൊക്കെ നന്നായിട്ട് തിളച്ചു. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു. ഇനി ഇറക്കി വയ്ക്കാം നമുക്ക്. കറിയൊക്കെ കുറുകി. ഇനി അതിലേക്ക് കാച്ചി ഒഴിച്ചു കൊടുക്കാം. ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കാച്ചി ഒഴിച്ചു കൊടുക്കാം. മഴക്കാലത്തിന് നമുക്ക് കൊഴുവ കൂടുതലും കിട്ടാറുള്ളത്. അപ്പോൾ എല്ലാവരും വാങ്ങി ഇതേപോലെ വെക്കണം കേട്ടോ. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയൊക്കെ തയ്യാറായി കേട്ടോ. ഇനി കൊള്ളിക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കട്ടെ. നമ്മളെ വീട്ടിലുണ്ടായ കൊള്ളീന്